Good morning, ladies and gentlemen. Obsession. Directed by Curry Baker. Written by Curry Baker. ഒരു രക്ഷയില്ല. സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സിലൊരു സ്ക്രിപ്റ്റ്, ഞാൻ എഴുതി വെച്ചിട്ടുള്ള സ്ക്രിപ്റ്റ് ഉണ്ട്. അതിൽ ഇയാൾ യൂസ് ചെയ്തിരിക്കുന്ന ടെക്നിക്സാണ് ഞാനും ഉദ്ദേശിച്ചത്. അതായത് വലിയ ജംപ് സ്കെയർസ് ഇല്ലാതെ ഷാഡോ വെച്ചിട്ടുള്ള ഈ കളി. പിന്നെ ഞാൻ ഏത് പടത്തിൽ കണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ലോക്കയിൽ ഒരു പെർട്ടിക്കുലർ സീനുണ്ട്. കല്യാണി പ്രദേശം മറ്റേ പോലീസുകാരെന്തോ വീട്ടിൽ കയറി വരുന്ന സമയത്ത് ഇങ്ങനെ അടുക്കളയുടെ ഭാഗത്ത് ഇങ്ങനെ ഒരു ഷാഡോ ആയിട്ട് നിൽക്കും. ഞാൻ അത് കണ്ടപ്പോൾ എനിക്ക് അങ്ങനത്തെ എൻ്റെ മനസ്സിലുള്ള ഹൊറർ സാധനത്തിലും അങ്ങനത്തെ ഷാഡോ വെച്ചിട്ടുള്ള കളിയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതേ സാധനമാണ് ഈ ഡയറക്ടർ ഈ സിനിമയിൽ ചെയ്തേക്കുന്നത് കംപ്ലീറ്റ്ലി. ഇനി ഞാൻ ചെയ്ത അത് അവൻ്റെ സ്റ്റൈല് കോപ്പി അടിച്ചെന്ന് പറയും, പറഞ്ഞിട്ട് കാര്യമില്ല. ഇറ്റ്സ് ഓക്കെ. ബട്ട് എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കോൺസെപ്റ്റാണ്. ദാറ്റ് ഈസ് എൻറ്റയർലി ഒരു സൈക്കോളജിക്കൽ പരിപാടിയാണ്. ബട്ട് ദിസ് ഈസ് ഓൾസോ സൈക്കോളജിക്കൽ പരിപാടി. ഇറ്റ്സ് ആക്ച്വലി നിങ്ങൾ ട്രെയിലർ കണ്ടുപോലെ ഒരു വിഷ് ചെയ്യുന്നൊരു ഒരു വുഡൻ സാധനം, അത് ബ്രേക്ക് ചെയ്യുന്നു, ആ വിഷ് ഗ്രാൻഡ് ആവുന്നു, ആൻഡ് അതിൻ്റെ പ്രശ്നങ്ങൾ. ഗംഭീര പടം. ദിസ് ഈസ് എ തിയേറ്റർ മസ്റ്റ് വാച്ച്. ഞാൻ ഈ ഹൊറർ പടം അങ്ങനെ തിയേറ്ററിൽ പോയി കാണില്ല. എനിക്കറിയാം, എനിക്ക് അങ്ങനത്തെ ഒരു സാധനം എടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും എനിക്ക് ഹൊറർ സിനിമ അങ്ങനെ എടുക്കും. ബട്ട് ദിസ് ഈസ് മാൻ. ഇത് നിങ്ങൾ OTT കാണുകയാണെങ്കിൽ മസ്റ്റായിട്ടും യൂസ് എ ഹെഡ്ഫോൺസ്. യൂസ് എ റിയലി ഗുഡ് ഹെഡ്ഫോൺസ്. ബിക്കോസ് ഒരു പോയിൻ്റ് കഴിയുമ്പം ഈ രോമം ഇങ്ങനെയാണ് നിൽക്കുന്നത്. രോമം അങ്ങനെയാണ് അവർ സൗണ്ട് ഡിസൈനിങ്ങും ഒരു ഭയങ്കര ഇഷ്ടപ്പെട്ടെ. പൊന്നോ, ഇത് നിങ്ങൾ OTT കണ്ടാൽ നിങ്ങൾക്ക് ഒരിക്കലും ഈ പടത്തിൻ്റെ ആ എഫക്റ്റ് മനസ്സിലാവില്ല. ഈ സിനിമ ഡിമാൻഡ് ചെയ്യുന്നൊരു തിയേറ്ററിക്കൽ പരിപാടിയുണ്ട്. അതവർ ഇതിൽ വിഷ്വൽസ് ആയിക്കോട്ടെ, ഇതിൻ്റെ യു വിൽ ബി ക്രീപ്ഡ് ഔട്ട്. യു വിൽ ബി ലൈക്ക് നമ്മളുടെ സ്കിന്നിലോട്ട് മറ്റിങ്ങനെ ഒരു ഫീല് വരില്ലേ, അതുപോലത്തെ ഒരു ഫീല് തരുന്ന ഒരു പടം. ആൻഡ് ഇറ്റ് ഈസ് ക്രേസി മാൻ. എനിക്ക് വേറൊരു കാര്യം എടുത്തു പറയേണ്ടത്, ഇതിൽ നടി പുള്ളിക്കാരിയുടെ പേര് ഇൻഡി നെവറേറ്റ്. ഐ തിങ്ക് ഇറ്റ്സ് കംപ്ലീറ്റ്ലി റോങ് ആണ് ഞാൻ ഇത് പ്രൊനൗൺസ് ചെയ്യണം. ബട്ട് ഈ ലോകത്ത് ഇനി എന്തൊക്കെ അവാർഡുണ്ട് അതെല്ലാം പുള്ളിക്കാരിക്ക് ഇപ്പം തന്നെ ഞാൻ കൊടുത്തേക്കുന്നതാണ് നല്ലത്. ബിക്കോസ് എൻ്റെ ലൈഫിൽ ഞാൻ ഇത് കണ്ടിട്ടില്ല. ഇത് ഇങ്ങനെ സ്വിച്ച് ചെയ്യും എക്സ്പ്രഷൻ, ഇങ്ങനെ ചില സീനൊക്കെ ഞാൻ എണീറ്റ് നിന്ന് ക്ലാപ്പ് അടിക്കാൻ പോയി. അത്രയ്ക്കും ഇങ്ങനെ അഭിനയിക്കാൻ പറ്റുമോ? നമ്മുടെ പഴയ ശോഭന ചേച്ചിയൊക്കെ നാഗവല്ലിയൊക്കെ ആവണ ഒരു സാധനമൊക്കെ ഉണ്ടല്ലോ, അതേപോലത്തെ ഒരു സാധനം. അതുമല്ല പെടയായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഏറ്റവും പൊന്നോ. ജംപ് സ്കെയർ ഉണ്ട്, 2 ഉണ്ട് മെയിനായിട്ട്. 2 ജംപ് സ്കെയർ. എനിക്ക് ജംപ് സ്കെയർ അതാണ് ഞാൻ മെയിൻലി തിയേറ്ററിൽ പോകാത്തത്. എനിക്ക് അതും ഈ പിന്നെ മറ്റേ വിഗൂര മറ്റേ ഭയങ്കര മറ്റേ ഭൂതം വന്ന് എന്നൊക്കെ പറഞ്ഞാൽ എനിക്കതിഷ്ടമല്ല. എനിക്ക് ഹൊറർ ഇതാണ്. ഐ അക്സെപ്റ്റ് ദിസ് ഹൊറർ. ഇങ്ങനത്തെ ഹൊറർ നിപ്പിൽ ഇങ്ങനെ ബാക്കിലൊക്കെ ഒന്നിങ്ങനെ കുറച്ച് നേരം നിൽക്കുക, അങ്ങനെയൊക്കെയുള്ള സാധനമൊക്കെ ഉണ്ടല്ലോ, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് മറ്റേ ഈ എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമല്ലത്. എന്താണെന്ന് എനിക്കറിയണം. ബട്ട് ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. ഐ ഡോണ്ട് വോണ്ട് ടു വാച്ച് ഇറ്റ് ഇൻ തിയേറ്റേഴ്സ്, അങ്ങനത്തെ പടങ്ങൾ. ബട്ട് ദിസ് വാസ് ഒരുപാട് എനിക്കൊണ്ട് നൊമാഡിയനും യാസറും ഒക്കെ ഇത് കണ്ട്. അപ്പോൾ അവരിങ്ങനെ ഇത് കാണുക ബിക്കോസ് ദ വേ ദേ ഹാവ് യൂട്ടിലൈസ് ദ ലൈറ്റിങ്. ചില സീനിലൊക്കെ ഷാഡോ ഒക്കെ വെച്ച് കളിക്കുന്നത് കണ്ടല്ലോ. ഞാൻ ഷാഡോ വെച്ച് കളിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റേ ഡേയ്സ് അറയിൽ കണ്ടതുപോലത്തുള്ള പരിപാടിയല്ല. ദിസ് ഈസ് മനുഷ്യനാണെങ്കിൽ പോലും നമ്മൾ എന്ന് പറയൂലേ, ആ സാധനം. കിടിലം പടം. എഡിറ്റിംഗ് ആയിക്കോട്ടെ, ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി ആയിക്കോട്ടെ, ഇതിൻ്റെ മ്യൂസിക്, സൗണ്ട് ഡിസൈൻ, ഓഫ് മാൻ, കൊതിയാണ്. ഇതൊരു രസമാണ് അത്. മോനെ, ഇത് ആക്ച്വലി സൗണ്ട് ഡിസൈനൊക്കെ ചെയ്യുന്നവർക്കൊക്കെ ഈ പടം ഒരു മാസ്റ്റർ ക്ലാസ് ആണ്, പറയാതിരിക്കാൻ വയ്യ. അതും 10 കോടിക്കാണ് ഈ പടം എടുത്തേക്കണം. 10 കോടിക്ക് 200 മില്യണായി ഗ്ലോബൽ ബോക്സ് ഓഫീസിൽ കളക്ഷൻ.
10 കോടിക്ക് എടുത്ത പടം, അതായത് ഏകദേശം $1 മില്യൺ. $1 മില്യൺ ഇതൊരു യൂട്യൂബറാണ്. ഈ കറി ബേക്കർ എന്ന് പറഞ്ഞ ഈ ഡയറക്ടർ ഒരു യൂട്യൂബറാണ്. ഇയാളെ അതൊരു ഷോർട്ട് ഫിലിം ഇതിന് മുന്നേ എടുത്തിട്ടുണ്ട്. ദിസ് ഈസ് ഫസ്റ്റ് ഫീച്ചർ ഫിലിം. $1 മില്യൺ എടുത്ത പടം 200 മില്യൺ ലാഭം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ ഇതാണ് പറയണത്. നമ്മളെ നാട്ടിൽ ഇതൊക്കെ ചെയ്യാം. നമ്മുടെ നാട്ടിൽ എസ്പെഷ്യലി തെലുങ്ക് ഇൻഡസ്ട്രി, ഹിന്ദി, ഇവിടെയുള്ളവരൊക്കെ ഒരു പാട്ടിന് 70 കോടിയൊക്കെ സ്പെൻഡ് ചെയ്യും. ഒരു പാട്ട് സീൻ എടുക്കാൻ ഒരു നടൻ 200 കോടി കൊടുക്കും. പിന്നെ എത്രയിൽ വെച്ചിട്ട് നിങ്ങളൊക്കെ സിനിമ എടുക്കും? എത്ര രൂപയ്ക്ക്? അതാണ് അവസ്ഥ. പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇതാണ് നമ്മുടെ ഇവിടുത്തെ അവസ്ഥ. ഇവിടെ എത്രയോ ഇതേപോലെ ഇതിൻ്റെയൊക്കെ അപ്പുറം മേക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നടക്കണ ചെറുക്കന്മാരുണ്ടെന്നറിയോ? ഡയറക്ടേഴ്സ് ആയിക്കോട്ടെ, ആക്ടേഴ്സ് ആയിക്കോട്ടെ, കൊടുക്കൂല. എന്താണെങ്കിലും അത്യുഗ്രം പടം മസ്റ്റായിട്ട് നിങ്ങൾ തിയേറ്ററിൽ കാണാം. മസ്റ്റ്. ഇത് തിയേറ്ററിൽ കണ്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഈ പടം OTTയിൽ ഒരു കാരണവശാലും എൻജോയ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ചുമ്മാ പറയണമല്ല, വളരെ പാടായിരിക്കും. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു, യു ഷുഡ് വെയർ എ റിയലി ഗുഡ് ഹെഡ്സെറ്റ്, നല്ല സറൗണ്ടും ജിലൗണ്ടൊക്കെ ഉള്ള. അത്രയും അവന്മാർ ഈ സിനിമയ്ക്ക് സൗണ്ടിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. സൗണ്ട് മാത്രമല്ല, ക്യാമറ ഫീല് വരണം. ആ ഇരുട്ടത്തൊക്കെ നമ്മളിരുന്ന് ഇത് കാണുമ്പോൾ നമുക്കൊരു ഫീല് കിട്ടും. എക്സ്ട്രീം ഒബ്സഷൻ. ചില സീനൊക്കെ ഞാൻ ആലോചിച്ചു, അമ്മ ഇത് സമ്മതിക്കണോ, എന്തൊരു പടം ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. ദിസ് ഇസ് വൺ ഓഫ് ദ മാസ്റ്റർ പീസ് വെൻ ഇറ്റ് കംസ് ടു ഇതേപോലത്തെ ക്രീപ്പി ഹൊറർ. ബെസ്റ്റ് ഹൊറർ സിനിമ എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ജോണറിൽ ഐ തിങ്ക് ദിസ് ഇസ് വൺ ഓഫ് ദ മാസ്റ്റർ പീസ്. ഒന്നും പറയാനില്ല. അത് ആ ഡയറക്ടറിൻ്റേതായ ഫ്രീഡവും കൊടുത്തിട്ട് നിൻ്റെ ഇഷ്ടത്തിന് ചെയ്തോടെ എന്ന് പറഞ്ഞതുകൊണ്ട് അവൻ ഇങ്ങനത്തെ ഒരു പടം എടുക്കാൻ പറ്റി. ഇല്ലായിരുന്നെങ്കിൽ 10 പേര് ഈ അമേരിക്കയിലുണ്ട് ഈ സ്റ്റുഡിയോസൊക്കെ കൈ വയ്ക്കണത്. നമുക്ക് അങ്ങനത്തെ റെപ്രസെൻറ്റേഷൻ വേണം, ഇങ്ങനെ വേണം, മറ്റത് വേണം, മറിച്ചത് വേണം, സിനിമ ഇങ്ങനെ ആക്കണം, അങ്ങനെ ആക്കണം, മറ്റേ കോമഡി ആക്കണം. കണ്ടിട്ടില്ല സാക്ക് സ്നൈഡറിൻ്റെ ജസ്റ്റിസ് ലീഗും സൂപ്പർമാനും ബാറ്റ്മാനൊക്കെ? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കോൺസെപ്റ്റായിരുന്നു അത്. അതിനെ അവന്മാർ കൈ വെച്ച് മാർവലിനെ പോലെ ആക്കണം, മാർവലിനെ പോലെ തമാശ ഇടണം എന്നൊക്കെ പറഞ്ഞ് അതിനെ കുളമാക്കി. അതാണ് എല്ലായിടത്തും ഉണ്ട്. ഇത് ഹോളിവുഡിൽ മാത്രമൊന്നുമല്ല, നമ്മളെ മോളിവുഡിലും അല്ല, എല്ലായിടത്തും ഇതേ പ്രശ്നമാണ്. ഒരു ഡയറക്ടറിന് അവൻ്റേതായ വിഷൻ ചെയ്യാനായിട്ടുള്ള കാശും എന്നാ മോനെ കൊടുത്തോന്ന് പറഞ്ഞിട്ട് ആ ഒരു ധൈര്യം കൊടുക്കുന്ന ആ റിസ്ക്കാണ് ഇവിടെ വേണ്ടത്. വലിയ പൈസയ്ക്ക് വലിയ നടന്മാരെ വെച്ചിട്ടുള്ളൊരു വലിയ ബഡ്ജറ്റ് പടമല്ല. യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള, ടാലൻറ്റഡ് ആയിട്ടുള്ള, ക്രിയേറ്റീവ് മൈൻഡ് സ്പേസിലുള്ള ചെറുക്കന്മാർക്കും പെൺകുട്ടികൾക്കൊക്കെ പൈസ ഇറക്കി അവർ ചോദിക്കുന്ന എത്ര രൂപയാണോ അത് വെച്ചിട്ട് ആ ഒരു ഇത് കൊടുക്കാൻ പക്ഷേ നമുക്ക് നല്ല നല്ല ടാലൻസിനെ കിട്ടും. ഇവിടെ എപ്പോഴും നടക്കുന്നത് വലിയ പൈസയ്ക്ക് വലിയ ബ്രഹ്മാണ്ഡ പടം, എന്നിട്ട് ബ്രഹ്മാണ്ഡ രീതി പൊട്ടുമ്പം റിവ്യൂവേഴ്സ് മോശം പറഞ്ഞുകൊണ്ടാണ് പടം പൊട്ടിയത് എന്ന് പറയും. നല്ല രീതിയിൽ ഇനിയും ഉണ്ട്. എനിക്കറിയാം എത്രയോ അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സ് ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി കൊതിക്കുന്നവന്മാരുണ്ടെന്നറിയോ. എന്തെങ്കിലും രീതിയിൽ അവർക്കൊരു ഷോർട്ട് ഫിലിം ചെയ്യാനായിട്ടുള്ള ഒരു സെറ്റപ്പെങ്കിലും ഇവിടെ ഒന്ന് സെറ്റപ്പ് ചെയ്താൽ നല്ലതായിരിക്കും. എവിടെ ആര് പറയാം, എന്തിനാണെങ്കിലും ഒരു യൂട്യൂബർ ഇറക്കിയ പടമാണ് 200 മില്യനായി. അത് ചിലപ്പോൾ ഇനിയും കയറും. പക്ഷേ ഞാൻ എപ്പോഴും പറയണത് OTT കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫീലിങ്ങും തോന്നില്ല. പക്ഷേ ഇഫ് യു സീ ദസ് ഇൻ സിനിമ തിയേറ്റർ വേറെ ഫീല് പൊന്നോ, ഇറ്റ് ഗോണ ഡിസ്റ്റർബ് യു. ഒരു 2 ദിവസം ഈ പടം ഉറപ്പാണ്. നിങ്ങൾക്കൊരു റിലേഷൻഷിപ്പിലൊക്കെ ഉള്ള അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവർ ചില ആൾ പറയും ഇറ്റ്സ് ഗുഡ് ടു ബി സിംഗിൾ എന്നങ്ങൾ പറയും. പക്ഷേ ഈ പടത്തിൽ ഒരു ഭയങ്കര രസകരമായിട്ടുള്ള ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ ഇതിൽ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് വൺ പേഴ്സൺസ് ഒബ്സഷൻ. ദിസ് പടം ഇതിൽ 2 പേരുടെ ഒബ്സഷനും കാണിക്കുന്നുണ്ട്. അത് ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത് സിനിമയിൽ. മനസ്സിലായില്ലേ? ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് ദ ഗേൾ, ദ ഗായ് ഈസ് ഓൾസോ ഈക്വലി ബാഡ്. ഇറ്റ്സ് ഭയങ്കര രസമായിട്ട് എടുത്തിരിക്കുന്നത്. നമ്മളൊക്കെ വിചാരിക്കും ഈ പടം ഇത് കണ്ടില്ലേ അങ്ങനെയാണ്. അങ്ങനെയല്ല. ഡയറക്ടർ ഉദ്ദേശിക്കുന്ന കോൺസെപ്റ്റ് വേറെയാണ്. പിന്നെ ഇറ്റ് ക്യാൻ ബി എനിത്തിങ്. യു ക്യാൻ റിലേറ്റ് ദിസ് ക്യാരക്ടർ ആസ് എ ക്യാറ്റ് പെർഹാപ്സ്. നമ്മൾ ഒരുപാട് സാധനങ്ങളുണ്ട്. ഐ ലവ് ദിസ്. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ഈ സിനിമയിൽ കണക്ട് ചെയ്തിരിക്കുന്നതും അവസാനം അവൻ ഇട്ടേക്കുന്ന സ്വെറ്റർ വരെ the way he have connected it to something is brilliant. എനിക്ക് അത്രയൊക്കെയാണ് പറയുള്ളത്. അവൾ കിടിലം പടം. ഐ വാസ് ലൈക്ക് വെരി മച്ച് ഇംപ്രസ്ഡ് വിത്ത് ദിസ് മൂവി. ലവ്ഡ് ഇറ്റ് മാൻ. ഞാൻ ഇത് കണ്ടില്ലായിരുന്നെങ്കിൽ സത്യമായിട്ട് ഇതൊരു ലോകം മിസ്സായിരുന്നേനെ. ഞാൻ ഇരുന്ന് വിഷമിച്ചേനെ. OTT ഇരുന്ന് കണ്ടിട്ട് അയ്യോ ഇത് തിയേറ്ററിൽ കാണേണ്ടതായിരുന്നല്ലോ എന്ന് ഒരു റിഗ്രറ്റ് അടിച്ചേനെ. ബട്ട് ഹാപ്പിലി ഐ ഡോണ്ട് ഡു ദാറ്റ്. സോ ബ്രില്യൻറ്റ് മൂവി. ഒന്നും എനിക്ക് പറയാനില്ല. ഐ ലവ്ഡ് ഇറ്റ്.
നിങ്ങളും സിനിമ കണ്ടിട്ടുണ്ടാവും, ഒരുപാട് നാളായി ഇറങ്ങിയിട്ട്. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ എന്തായാലും രേഖപ്പെടുത്തുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോകുന്നു. ബൈ ബൈ.